അപ്പോൾ നമുക്ക് നക്ഷത്ര ക്ഷേത്രങ്ങൾ ഇതിൻ്റെ ദുരിതങ്ങൾ തീരാൻ വേണ്ടി രോഗായ ദുരിതങ്ങളും ഇതുമൊക്കെ മാറാൻ 6th ഹൗസ്, അനിഴം 6ാം ഭാവമാവുക, അനിഴം നക്ഷത്രത്തിൽ 6ാം ഭാവാദി നിൽക്കുക, ചൊവ്വ നിൽക്കുക, ശനിയൊക്കെ നിന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ, ലഗ്നാധിപൻ എൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക, ലഗ്നം എൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക ഒക്കെ വന്നാൽ ദോഷം മാറാൻ എന്ത് ചെയ്യാം നോക്കാം. അനുരാധ അഥവാ അനിഴം നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് റൂളിംഗ് പ്ലാനറ്റ് സാറ്റേൺ ആണ്. സിംബൽ ലോട്ടസ് ആണ്. ക്ഷേത്രം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. അത് പോവുക. പിന്നെ പുതിയൊരു പേപ്പർ, അസ്ട്രോളജിയുടെ ഒരു പേപ്പർ ഇൻ്റർനെറ്റിൽ കണ്ടതാണ്, സ്റ്റോറി ഓഫ് നക്ഷത്രാസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ചില കാര്യങ്ങൾ അറിയില്ല എനിക്ക്, എന്നാലും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഷിർദി സായിബാബ ടെമ്പിൾ മഹാരാഷ്ട്ര എന്നാണ്. എന്തെങ്കിലും ഞാനതിവിടെ പറഞ്ഞേ ഉള്ളൂ. അത് പഴയ ഗ്രന്ഥങ്ങളൊന്നും ഞാനത് കാണുന്നില്ല. പഴയ ഗ്രന്ഥത്തിൽ കാണുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രവുമാണ്. അതുപോലെ നക്ഷത്രക്ഷേത്രം തമിഴ്നാട്ടിലുള്ളത് അനിഴ നക്ഷത്രവുമായി ബന്ധപ്പെട്ടത് ശ്രീ ലക്ഷ്മീപുരേശ്വര ക്ഷേത്രം തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ മയിലാടുംതുരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മീപുരേശ്വര ക്ഷേത്രമാണ് അതിൻ്റെ നക്ഷത്ര ക്ഷേത്രമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ വൃശ്ചികൻ രാശി ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെയും ശനിയുടെയും രാശി ആയതുകൊണ്ട് തന്നെ യുഗ്മരാശി ആയതുകൊണ്ട് ഉഗ്രയായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രവും ഇതിനുള്ള ഒരു പരിഹാരം, അനിഴ നക്ഷത്രത്തിനുള്ളൊരു പരിഹാര സ്ഥലമായിട്ട് ചില ആചാര്യന്മാരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അനിഴത്തെക്കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നെന്ന് തോന്നുന്നു. കണ്ടതിൽ ഒരുപാട് സന്തോഷം. അനിഴ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യ അനുഗ്രഹവും എല്ലാം ശനീശ്വര ഭഗവാനും അതുപോലെ തന്നെ കാശി വിശ്വനാഥ സ്വാമിയും ഒക്കെ തരട്ടെ. ലക്ഷ്മീപുരേശ്വര സ്വാമിയും ഭദ്രകാളിയും ഒക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ തൃക്കേട്ട ജൈജാൻറ്റിക് നക്ഷത്രം, റെഡ് സ്റ്റാർ ആയിട്ടുള്ള തൃക്കേട്ട അഥവാ ജ്യേഷ്ഠ എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.